വെൽക്കം ടു ബട്ടർഫ്ലൈസ്. ഇന്ന് നമ്മളൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ബോട്ടിൽ പെയിൻറ്റിങ്ങിന് ഞാൻ ആദ്യം ഒരു വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതൊരു സ്പോഞ്ചിൽ മുക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കളറെല്ലാം ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ 1-2 പ്രാവശ്യം നല്ല കട്ടിയിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. കുപ്പി നല്ല ക്ലീൻ ആവാനും ശ്രദ്ധിക്കണം. അപ്പോൾ വൈറ്റ് കളർ ഫുള്ള് കുപ്പിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇതിനെയൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അടുത്ത ഞാനൊരു ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് സ്പോഞ്ചിൽ മുക്കി തന്നെ ചെയ്ത് കൊടുക്കുക. ഇതും നമുക്ക് ഉണങ്ങാൻ തന്നെ വെക്കണം. ഇപ്പം നമ്മൾ ഓറഞ്ച് കളർ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇതിനി നമുക്കൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. അതിന് ശേഷം വേണം യെല്ലോ ഷെയ്ഡ് എടുക്കാനായിട്ട്. ഞാനത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിലെ കളറാണ് എടുത്തിരിക്കുന്നത്. അത് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓറഞ്ചും യെല്ലോയും കൂടെ കൂടി ഒരു മിക്സാണ് നമ്മൾ ചെയ്യുന്നത്. ഓറഞ്ചും യെല്ലോയും മിക്സ് ആയിട്ടുള്ളതും ചെയ്തതിന് ശേഷം ഉണങ്ങാനായിട്ടൊന്ന് വെക്കണം. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. ഇനി അതിലേക്ക് ആ മഞ്ഞയും കുറച്ച് വെള്ളയും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ഇവിടെ. അത്രയും മതിയാവും, അധികം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് എടുത്തിട്ട് ചെയ്യാം. ഇത് കോവലിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള ഇല ഏതാണോ നല്ല ഡിസൈൻ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ ഗ്രീൻ കളർ പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ വേണം ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് കുപ്പിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ശ്രദ്ധയോടെ കുപ്പിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പയ്യെ ഇതൊന്ന് റിമൂവ് ചെയ്യാം. ബോട്ടിൽ പെയിൻറ്റിങ് അറിയാത്തവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പെയിൻറ്റിംഗ് ആണിത്. ഇതുപോലെ അവിടെയും ഇവിടെയും ആയിട്ട് നമുക്ക് കുറച്ച് ലീവ്സ് പെയിൻറ് ചെയ്ത് കൊടുക്കാം. വലുതും ചെറുതുമായ ലീവ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് വരെയും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ഐഡിയ തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.